ഇപ്പോൾ ശബരിമല നട അരുൺകുമാർ നമ്പൂതിരി തുറക്കുകയാണ്. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട തുറന്നിരിക്കുന്നു. ശരണ മന്ത്രങ്ങളാൽ സന്നിധാനം മുഖരിതമായിരിക്കുന്നു. വലിയ അയ്യപ്പ ശരണം വിളികളോടുകൂടി ശബരിമല നട തുറന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആഴിയിൽ അഗ്നി പകരും. അതോടുകൂടി തന്നെ ഈ തീർത്ഥാടകരെ 18-ാം പടി കയറ്റിവിടും. ഈ കഴിഞ്ഞ മുൻകാല സീസണുകളെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പറയുന്ന കാര്യം. ചില വിവാദങ്ങൾ ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ആ വിവാദങ്ങൾ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ബാധിക്കില്ല എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഒപ്പം പുതിയ ഭരണസമിതിയാണ്. പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ്. പ്രധാനമായും തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയ്ക്കൊക്കെ ആയിരിക്കും പ്രഥമ പരിഗണന എന്നതാണ് കെ ജയകുമാർ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഒപ്പം CPI പ്രതിനിധിയായ കെ രാജു ഉണ്ട്. ഒപ്പം CPIM പ്രതിനിധിയായ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ നട തുറക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിലാണ് നട തുറന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ 18-ാം പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകരും. ഇതോടുകൂടി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിക്കും. വലിയ തീർത്ഥാടകരുടെ ഒരു തിരക്കാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് 11:30യോടുകൂടി തന്നെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രതിദിനം 90,000 തീർത്ഥാടകരെയാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴിയും 20,000 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ കൂടുതൽ തീർത്ഥാടകരും ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തെ ആശ്രയിക്കണമെന്ന ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡും പോലീസും നൽകിയിരിക്കുന്നത്. 20,000 തീർത്ഥാടകർക്കായിരിക്കും തത്സമയ ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഇത് പമ്പ, നിലയ്ക്കൽ, ചെങ്ങന്നൂർ, വണ്ടിപ്പെരിയാർ, എരുമേലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നിരിക്കുന്നു. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. 6:30 ശബരിമല സോപാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നാളെ പുലർച്ചെ 3 മണിക്ക് വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാർ അവരുടെ ചുമതല ഏറ്റെടുക്കും. ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനത്തിന് പൂർണ്ണാർത്ഥത്തിൽ തുടക്കമാകും. ദിവസവും പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 11 മണിവരെയുമായിരിക്കും ദർശനമുണ്ടാവുക. വലിയ ഭക്തജനത്തിരക്ക് ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെയാണ്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മണ്ഡലകാലം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.